കർഷകന് തൻ്റെ ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കാനുള്ള അവകാശം ഉണ്ടാകണമെന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കിയാൽ വില നിശ്ചയിക്കാനുള്ള അവകാശം കർഷകന് ലഭിക്കുമെന്നും കൃഷിമന്ത്രി പി പ്രസാദ് പാലാ സാൻതോം ഫുഡ് ഫാക്ടറി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി, കൃഷി വിളവിറക്കുന്നു, അത് നടുകയോ മറ്റോ ആവാം, വിളവിറക്കുന്നു, അതിൽ പരിചരിക്കുന്നു, വിളവെടുക്കുന്നു, വിൽക്കുന്നു എന്നുള്ളതാണ്. എത്രയോ പതിറ്റാണ്ടുകളായി നമ്മൾ ചെയ്യുന്ന ഒരു രീതിയാണ് ഇതിലാണെന്നില്ല. കാർഷിക മേഖലയിൽ നമ്മൾ സാധാരണ ഇത് പറയുക ഒരു പ്രൈമറി അഗ്രികൾച്ചർ എന്നുള്ളതാണ്. അതെപ്പോഴും വിളവിറക്കുന്നു, പരിചരിക്കുന്നു, വിളവെടുക്കുന്നു, അല്ലെങ്കിൽ വിത്തിറക്കുന്നു, പരിചരിക്കുന്നു, വിളവെടുക്കുന്നു, വിൽക്കുന്നു. ആ വിൽക്കുമ്പോൾ കിട്ടുന്നതാണല്ലോ കർഷകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം. അത് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് കർഷകൻ്റെ വരുമാനം അതിൽ നിൽക്കുന്നതല്ല. കർഷകന് മാത്രം കർഷകൻ്റെ ഉൽപ്പന്നത്തിന് വില നിശ്ചയിക്കാൻ അവകാശമില്ല. നമ്മൾ വേറെ ഏത് ഉൽപ്പന്നം വാങ്ങിച്ചാലും, ഷർട്ടാവട്ടെ, മുണ്ടാവട്ടെ, എന്തും ആവട്ടെ, ഏത് ഉൽപ്പന്നം വാങ്ങിച്ചാലും ഉൽപ്പാദിപ്പിച്ചവനാണ് വില നിശ്ചയിക്കുന്നത്. ആ അവകാശമില്ലാത്ത ഒരേ ഒരു കൂട്ടർ മാത്രമേ ഉള്ളൂ, അത് കർഷകനാണ്. കൃഷിക്കാരൻ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ വില വിപണിയാണ് നിശ്ചയിക്കുന്നത്. വിപണി വിലയെ അടിസ്ഥാനപ്പെടുത്തി ചിലപ്പോൾ അത് കൂടി നിൽക്കും, ചിലപ്പോൾ കുറഞ്ഞു. ഇപ്പോൾ തേങ്ങയ്ക്ക് നല്ല വിലയുണ്ട്. എല്ലാവരും ഇപ്പോൾ നോക്കുന്നത് തേങ്ങയുടെ വില എങ്ങനെ കുറയ്ക്കാൻ പറ്റും, വെളിച്ചെണ്ണയ്ക്ക് വില കൂടുന്നല്ലോ എന്ന് പറഞ്ഞ് അസ്വസ്ഥരാകുന്നവരുണ്ട്. എന്നോട് ചിലർ ചോദിച്ചു, മാധ്യമങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ നാളികേരത്തിന് നല്ല വില കിട്ടണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞ് ഞാൻ ഒഴിയുകയായിരുന്നു. അത് കേൾക്കാൻ ആരും ഉണ്ടാവില്ല. നാളികേരത്തിന് നല്ല വില കിട്ടണം, വെളിച്ചെണ്ണയുടെ വില കൂടുന്നു എന്നതിൻ്റെ പേരിൽ അങ്കലാപ്പിലായിട്ട് കഥയൊന്നുമില്ല. നാളികേര കൃഷിയിൽ ഏർപ്പെടുകയൊന്നും ചെയ്യാതെ വെളിച്ചെണ്ണയുടെ വില കുറച്ച് കിട്ടണം എന്ന് മാത്രം പറഞ്ഞതിൽ കർഷകന് വില കിട്ടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.